വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. മൊബൈൽ ഫോണിന്റെ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം? കോവിഡ് വന്നതോടുകൂടി കുട്ടികൾ ഉൾപ്പെടെ ഓൺലൈനായി മാറിയ കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഒരു പരിധി വരെ മൊബൈൽ വളരെ ഗുണം ചെയ്യുന്നുവെങ്കിലും അത്ര തന്നെ ദോഷവും അതിനൊപ്പമുണ്ട്. ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും ഫോണിൽ ചിലവഴിക്കുക, അതിലെ ആപ്പുകളിൽ മുഴുകി ദിവസം തീർക്കുക, അത് നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കും. അധിക സമയം സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ മറ്റു ഡിവൈസുകളുമായി മാത്രം സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കം, കാര്യക്ഷമത, ഏകാഗ്രത, മാനസികവും ശാരീരികവുമായ ആരോഗ്യം, ബന്ധങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഇവയെല്ലാം നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തുന്നത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ ബുദ്ധിവികാസത്തെ വരെ ഇത് ബാധിക്കുന്നു. അവർ ഇത്തരം വസ്തുക്കൾ കാണുന്ന പലതും യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല എന്നവർ അറിയാതെ പോകുന്നു. ഇതും അവർക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ഒറ്റയടിക്ക് നമുക്ക് ഒരു ശീലവും നിർത്താൻ സാധിക്കത്തില്ല. അത് എന്താണെങ്കിലും പടിപടിയായി അതിന്റെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. മൊബൈലും സാമാന്യ ഡിവൈസുകളും മിതമായി മാത്രം ഉപയോഗിക്കുന്ന ജീവിത ശൈലിക്ക് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡിറ്റോക്സ്. മറ്റു പല ശീലങ്ങളെയും പോലെ പടിപടിയായി ആർജിച്ചെടുക്കേണ്ടതും ശ്രദ്ധാപൂർവം നിലനിർത്തേണ്ടതുമായ ഒന്നാണ് ഇതും. നിങ്ങൾക്കും ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്യാം. കുറച്ച് ടിപ്സുകൾ പറയാം. സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ഫോൺ ഉപയോഗം തീരെ അനുചിതമായ സ്ഥലങ്ങളിലും നേരങ്ങളിലും തിരിച്ചറിയുക. എന്നിട്ട് ആദ്യം അതിൽ ഫോൺ എളുപ്പത്തിൽ ഉപേക്ഷിക്കാവുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും ഇങ്ങനെ ചെയ്യുക. പിന്നീട് കൂടുതൽ ദുഷ്കരമായവയിലും ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇന്റർനെറ്റ് ഓഫ് ചെയ്ത് വെക്കും. ജോലി ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുകയില്ല. രാത്രി 10ഓടെ എല്ലാ ഡിവൈസും ഓഫ് ആക്കും. 7 മണി കഴിഞ്ഞാൽ ഇമെയിലുകൾ പരിശോധിക്കുകയില്ല. ഞായറാഴ്ച ഒരു സ്ക്രീനും ഉപയോഗിക്കുകയില്ല. എന്നിങ്ങനെ കുറച്ച് നിയമങ്ങൾ സ്വയം നിർമ്മിച്ച് നടപ്പാക്കുക. അപ്പോൾ കൈവരുന്ന അധിക സമയങ്ങളിൽ പകരം എന്താണ് ചെയ്യുക എന്നത് മുൻകൂർ നിശ്ചയിച്ചു വെക്കുക. പകരം നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ ശീലങ്ങളിലേക്ക് തുടരും. അത്തരം നേരങ്ങൾ ഫോണോ മറ്റോ കൺവെട്ടത്ത് വെക്കാതിരിക്കുക. ഉദാഹരണം കൂടെ പറയാം. തൊട്ടടുത്തുള്ള കടയിൽ വരെ പോയി വരിക പോലും അധികം സമയം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നേരം ഫോൺ കൈവശം വെക്കാതിരിക്കാൻ തുടങ്ങുക. ഇതിൽ വിജയിച്ചാൽ കൂടുതൽ ദൈർഘ്യമുള്ള അവസരങ്ങളിലും ഇതിന് ശ്രമിക്കുക. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ കുറച്ച് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ജീവിതത്തിൽ ചെയ്യാൻ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ചെയ്യാനില്ലാത്ത കുറച്ചു കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കി അവയ്ക്ക് സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ചെറിയ കൃഷിയൊക്കെ ചെയ്യാം, വളർത്തുമൃഗങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാം. ഫോൺ ഉപയോഗം താനേ നിയന്ത്രിതമാകും. ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ചെറുതായി തുടങ്ങണം. അല്ലെങ്കിൽ ആദ്യ ദിവസം കൊണ്ട് തന്നെ നമ്മൾ അത് നിർത്തിപ്പോകും. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിമ്മിൽ പോകുന്നവർ. അവർ ആദ്യ ദിവസങ്ങളിൽ വലിയ ആവേശത്തോടെ ചെയ്യും, വലിയ ഭാരമൊക്കെ എടുക്കാൻ ശ്രമിക്കും. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ മാനസികമായി മടുത്തു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതൊന്നും പറ്റില്ല എന്ന് തോന്നൽ വരും. ഇത് നിർത്തുകയും ചെയ്യും. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് നിലനിൽക്കുന്നതുമായ രീതിയിൽ തുടങ്ങുക. ഇന്നു മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയില്ല, അത് അടുത്തു നിന്നും മാറ്റിവെക്കുക. ചെറിയ ശീലങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടെ ഇടയ്ക്കിടെ ഫോൺ നോക്കാതിരിക്കുക. ചെറിയൊരു ബോറടി തോന്നുമ്പോഴേക്കും ഫോൺ കയ്യിലെടുക്കുന്ന പതിവുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഡിവൈസുകളും അവയിലെ ആപ്പുകളും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മെ പരമാവധി ആകർഷിക്കുകയും അവിടെ തന്നെ തളച്ചിടാനുള്ള ഉന്നമിട്ടിട്ടാണ്. ഒരു വീഡിയോ തീർന്നാൽ ഉടനടി അടുത്തത് സ്വയം പ്ലേ ചെയ്തു തുടങ്ങുന്നതും ഒരു ലേഖനത്തിന് കീഴിൽ സമാനമായ അനേകത്തിലുള്ള ലിങ്കുകൾ വിളമ്പുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും നെറ്റിൽ കയറുമ്പോൾ എന്താണ് തന്റെ ലക്ഷ്യം, എത്ര സമയം ഇവിടെ ചിലവിടണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ സൂക്ഷിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്ക് എന്താവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. ആ ജോലിയും അത്രയും സമയം തീർന്ന നെറ്റിൽ നിന്ന് പുറത്തു കടക്കുക. ഫോൺ സ്വല്പനേരം ഓഫ് ആക്കിയിടാൻ അങ്ങനെ ഒരു കർക്കശ നിർദ്ദേശമുള്ള സ്ഥലങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ കാത്തു നിൽക്കേണ്ടതില്ല. ശ്രദ്ധയ്ക്ക് ഒരു ഭംഗവും ഇടയ്ക്ക് വരാതെ മുഴുമിപ്പിക്കാനുള്ള ജോലികളോ സംഭാഷണങ്ങളോ തുടങ്ങുമ്പോഴേക്ക് എക്സസൈസ് നേരത്തുമെല്ലാം ഫോൺ ഓഫ് ആക്കുകയോ എയറോപ്ലെയിൻ മോഡിലേക്ക് മാറ്റുകയോ ചെയ്യാം. നോട്ടിഫിക്കേഷനുകൾ അവയ്ക്ക് മറുപടിയായി നാം ഫോൺ കയ്യിൽ എടുക്കുമ്പോൾ പോലും നമ്മുടെ ഏകാഗ്രതയെ ഹനിച്ചുകൊണ്ടായിരിക്കാം. അവ പരമാവധി വൈബ്രേഷൻ പുഷ് നോട്ടിഫിക്കേഷൻ അടക്കം ഓഫ് ചെയ്തിടുക. അധികം ഉപയോഗിക്കാത്തതോ വലിയ പ്രാധാന്യമില്ലാത്തതോ ആയ
ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അത്യാവശ്യമില്ലാത്ത മെയിലുകൾ ലിസ്റ്റുകളിൽ നിന്നും അൺസബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പ്രശസ്തിയില്ലാത്ത വ്യക്തികളും പേജുകളും അൺഫോളോ ചെയ്യുക. അപ്രധാനമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും വിട്ടുപോരുക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോണിൽ നിന്ന് ഒഴിവാക്കുക. കമ്പ്യൂട്ടറിൽ മാത്രം നോക്കുക. മെസ്സേജുകൾക്കും കമന്റുകൾക്കും ഒക്കെയുള്ള മറുപടി ഉടനടി കൊടുത്തുകൊണ്ടിരിക്കാനുള്ള ത്വര നിയന്ത്രിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോണുമായി ഇരിക്കാതിരിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഫോൺ ഉപയോഗിക്കാവൂ എന്ന് തീരുമാനം എടുക്കുക. എന്താവശ്യമുണ്ടെങ്കിലും നെറ്റിൽ തപ്പുന്ന ശീലം നിർത്തുക. ഇത്തരം നിയന്ത്രണങ്ങൾ ഒറ്റയടിക്ക് നടപ്പാക്കുക വിഷമകരമാണെങ്കിലും സമാന ആഗ്രഹമുള്ള ഒരാളെ കൂടെ കൂട്ടുപിടിക്കുക. ഓരോ ദിവസത്തെയും പുരോഗതി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ തീരുമാനിച്ചുവെന്ന് കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും അറിയിച്ചിടുന്നതും ഗുണകരമാണ്. ശ്രമിച്ചാൽ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.